2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുക. അതായത് ശബരിമലയിൽ നിന്ന് വാരാം എന്നാണ് പറഞ്ഞത്. അത് പിറ്റേ ദിവസം ഈ വാചകം തന്നെ എടുത്ത് തലക്കെട്ടാക്കി കൊടുത്തത്, പത്രങ്ങളിൽ കൊടുത്തത്, മറ്റു പത്രങ്ങളെല്ലാം മറ്റൊരു മൂലയിൽ എവിടെയോ എന്തോ ഒരു വാർത്ത എന്നുള്ള രീതിയിൽ കൊടുത്തു. ജന്മഭൂമി പത്രം തലക്കെട്ടായിട്ടാണ് കൊടുത്തത്. ജന്മഭൂമി പത്രം അത് കൊടുക്കുമ്പോൾ ചിലരൊക്കെ കാണുന്നത് അത് അങ്ങനെ അതൊരു സംഘി പത്രം, അത്തരത്തിൽ മാത്രമാണ് പിണറായി വിജയനെ എന്ന് എതിർക്കുന്നവർ എന്ന് മാത്രം ചിലരൊക്കെ പറഞ്ഞു തള്ളി. പക്ഷെ അന്ന് ആ കൊടുത്ത തലക്കെട്ട് അതിനേക്കാൾ വലിയ തലക്കെട്ടായിട്ടാണല്ലോ ഇപ്പോൾ എല്ലാ പത്രങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് വാരിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് വാരുന്നത്? ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ശബരിമലയിലെ മേൽശാന്തി ഉണ്ട്, കീഴ്ശാന്തിമാർ ധാരാളമുണ്ട്. 2 മേൽശാന്തിമാരുണ്ട് ശബരിമലയിലും അതിനോടൊപ്പം ചേർന്നുള്ള മാളികപ്പുറത്ത് നടയിലും. ഇവർ 2 ശാന്തിക്കാരും മേൽശാന്തിമാരും പുറപ്പെടാ ശാന്തിമാരാണ്. ഒരു വർഷത്തേക്ക് നിയമിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷക്കാലം സന്നിധാനത്ത് തന്നെയായിരിക്കും അവർ തങ്ങുക. അവർക്ക് സഹായികളായിട്ട് ചില പരികർമ്മികളും ഉണ്ടാകും. പിന്നീട് നട തുറക്കുന്ന അവസരങ്ങളിലെല്ലാം മറ്റ് കീഴ്ശാന്തിക്കാരെല്ലാം എത്തും. അങ്ങനെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തിന് അടുത്ത് കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ഒരു പരികർമ്മിയായിരുന്നു. പരികർമ്മി എന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ശബരിമലയിലെ തിടപ്പള്ളിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നു. ഭഗവാന് വേണ്ട നേദ്യമൊക്കെ ഒരുക്കുന്ന ഇടമാണ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പം ഈ നേദ്യമൊക്കെ ആയിട്ട് ശ്രീകോവിൽ കയറുന്നു. പൂജ ചെയ്യാനുള്ള അവകാശമില്ല. അപ്പൊ അങ്ങനെ ഈ പരികർമ്മയായാലും ആരായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ഒരാളാണ്, ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആളിനെ അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കാം. പലരും വരുമ്പോൾ ദർശനത്തിനുള്ള സൗകര്യവും ഒക്കെ ചെയ്തു കൊടുക്കും. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ അവിടെ ജോലി ചെയ്യുന്നില്ലേ തീർത്ഥാടന കാലത്ത്? അപ്പം ആ തരത്തിൽ വരുന്ന ആ സമയത്ത് അവരുടെ കെയർ ഓഫിൽ വരുന്ന ആൾക്കാർക്ക് ദർശന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അത് സ്വാഭാവികമാണ്. അത് എവിടെയും അതിനെയൊന്നും ആരും കുറ്റം പറയുന്നില്ല. ഇവിടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പരികർമ്മിയായിട്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ശബരിമലയുടെ പേരിലൂടെ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുത്തു. ശബരിമലയിലെ ഈ ചുറ്റിനും തിരുമുറ്റത്തും വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഒക്കെ തീർത്ഥാടന കാലത്ത് ഭക്തന്മാർ വന്ന് വിരിവെക്കാറുണ്ട്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു വലിയൊരു ഹോട്ടൽ സമുച്ചയമോ സ്റ്റാർ സംവിധാനമോ ഒന്നുമില്ല. അവിടെ കാടിനകത്ത് എവിടെങ്കിലും ഒന്ന് വിരിവെച്ച് കിടക്കുക എന്ന് പറയുന്ന അതിനു വേണ്ടിയുള്ള ഇടമാണ് നോക്കുന്നത്. മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ സന്നിധാനത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുറത്ത് കിടക്കുക, ആകാശത്ത് നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് അവിടെ നിന്നുള്ള ആ ഒരു ഊർജം മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് ഓരോ ഭക്തനും മല ഇറങ്ങുന്നത്. അങ്ങനെ വന്ന് കഴിയുന്ന ആ ഭക്തര് ഉയർന്ന നിലയിലുള്ളവരാണ്. വൻ ബിസിനസ്സുകാർ തന്നെയാണ്. അത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ ഉണ്ട്. വലിയ ബിസിനസ്സുകാരാണ് അവർ. ശബരിമലയിൽ വന്നതിന് ശേഷം അവർക്കുണ്ടായ നേട്ടങ്ങളിൽ അവർ പലപ്പോഴും അഭിമാനത്തോടുകൂടി മറ്റ് ഭക്തരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാം അയ്യപ്പൻ തന്നതാണ് എന്ന്. ഈ പരികർമ്മി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആ പരികർമ്മി, സ്വർണപ്പാളികളുമായിട്ട് നാട് നീളെ നടന്ന പരികർമ്മി എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകാരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവർക്ക് ദർശന സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ആയിക്കൊള്ളട്ടെ, അതിലൂടെ പണവും സമ്പാദിക്കും. അവരുമായിട്ടുള്ള ബന്ധം നിലനിൽക്കും. നല്ല രീതിയിൽ തന്നെ ആ ബന്ധം നിലനിന്നുകൊണ്ട് അവർക്കും സന്തോഷം.
തീർത്ഥാടന കാലത്തോ എപ്പോഴോ വരുന്ന സമയത്ത് ദർശന ക്യൂ ഒന്നും നിൽക്കാതെ ദർശന സൗകര്യം, നെയ്യഭിഷേകം, വഴിപാട്, അപ്പം, അരവണ, ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടത്തി അവരെ തിരിച്ച് മലയിറക്കും. ആ തീർത്ഥാടന കാലത്തോ അല്ലെങ്കിൽ ദർശനത്തിന് വരുമ്പോൾ മാത്രമല്ല ഇവർ തമ്മിൽ ബന്ധമുള്ളത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെയൊക്കെ നിരന്തരം വിളിക്കുകയും, കാരണം ശബരിമലയിലെ ഒരു ശാന്തിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ അവരുടെ നാട്ടിലേക്കൊക്കെ ചെല്ലും. അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അവിടെ പൂജ ചെയ്യണം. അവരുടെ ഏതെങ്കിലും ഒരു വീടിന്റെ പ്രവേശം, പാലുകാച്ച, അതിനവിടെ പൂജ, അല്ലാതെ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പൂജ, ഇങ്ങനെയൊക്കെ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടേയിരിക്കും. ആ വൻ ബിസിനസ്സുകാർക്ക് ശബരിമലയെ വന്ന് ദർശനം നടത്തിയതിനു ശേഷം അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുമ്പോൾ അവർ അയ്യപ്പന് എന്തും നൽകാൻ തയ്യാറാകും. പല കാര്യങ്ങളുടെയും സ്പോൺസർഷിപ്പ് അവർ ഏറ്റെടുക്കും. അത് കൊണ്ടുവരുന്നതിന്റെ ഒരു കണ്ണിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാറും. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥർക്കും ഒക്കെ അവരുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കും. ഈ വലിയ ബിസിനസ്സുകാർ ഒരാളല്ല, 9 പേരല്ല, 90 നീണ്ടു കിടക്കുകയാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള ദേവസ്വം ബോർഡിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി ഇതെങ്ങനെ ഞാൻ ഭഗവാന് സമർപ്പിക്കാൻ പോകുന്നു, ഈ ദ്വാരപാലകർക്ക് സ്വർണം പൊതിയാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്വർണ്ണമണി അല്ലെങ്കിൽ സ്വർണ്ണപാത്രം ഞാൻ ഭഗവാന് തരാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ദേവസ്വം ഉദ്യോഗസ്ഥരുമായിട്ട് വേണം പിന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ. പരികർമ്മിക്ക് പറ്റത്തില്ല. അതിൻ്റെതായ രീതിയിൽ വേണം ഒരാൾക്ക് അങ്ങോട്ട് ഭഗവാനെ സമർപ്പിക്കുകയാണെങ്കിൽ പോലും. ഇപ്പൊ ഗുരുവായൂർ ആനയെ നടക്കിരുത്തുക എന്ന് പറഞ്ഞാൽ ഒരു ആനയും കൊണ്ട് നേരെ എന്ന് അവിടെ മുമ്പിലങ്ങ് നിർത്തുക അല്ല. അതിൻ്റെതായ ചില നിയമപരമായിട്ടുള്ള ചില നടപടികളുണ്ട്. അതെല്ലാം എഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കും ഈ വഴിപാട് സമർപ്പണം ഉണ്ടാവുക. ഇപ്പൊ 18-ാം പടി സ്വർണം പൊതിഞ്ഞു, കൃഷ്ണശിലയിൽ തീർത്തിരിക്കുന്ന തീർത്തതായിരുന്നു ആ കല്ല്, അത് പിന്നീട് സ്വർണം പൊതിഞ്ഞു, ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞു. ഇതൊക്കെ ഓരോരോ സ്പോൺസർഷിപ്പിലൂടെയാണ്. ഇപ്പോൾ 18-ാം പടിക്ക് മുകളില് പടിപൂജ നടത്തുന്ന സമയത്ത് ഒരു റൂഫുണ്ട്. മഴക്കാലമാകുമ്പോൾ സാധാരണ ഒരു തരം ഒരു അഭംഗിയായിട്ട് ഒരു ടാർപ്പ വലിച്ചു കെട്ടുന്ന രീതിയായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു റൂഫ് ഉണ്ടാക്കുന്നുണ്ട്. ആ റൂഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം പകൽ സമയത്ത് സൂര്യപ്രകാശം അതിൽ തട്ടണം 18-ാം പടിയിൽ. അങ്ങനെ ഒരു റൂഫ് ചെയ്തു കൊടുത്തതും ഒരു ഭക്തനായിരുന്നു. അപ്പൊ ഈ പല വഴിപാടുകളുടെയും പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന് കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു വിഹിതം നല്ല രീതിയിൽ പറ്റും. ഇപ്പൊ തന്നെ ഈ സ്വർണ്ണപ്പാളികളുമായിട്ട് പലരുടെയും വീടുകളിലേക്കും ഒക്കെ ചെന്നു എന്ന് പറയുന്നുണ്ട്. അവിടുന്നൊക്കെ ഒരു നല്ല രീതിയിൽ ദക്ഷിണ ഉണ്ടാകത്തില്ലേ? ഇതാണ്. അപ്പൊ ഒരു പരികർമ്മി വിചാരിച്ചാൽ അപ്പോൾ അതിന് വേണ്ടത് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുകയോ പ്രസിഡന്റ് രാജിവെക്കുകയോ എന്നുള്ള അട്ടഹാസമല്ല മുഴക്കേണ്ടത്. പഴയ കാലത്ത് മുൻകാലങ്ങളില് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ഒക്കെ ചോദ്യം ചെയ്ത് വരണം. അവരിൽ നിന്ന് പല കാര്യങ്ങളും ലഭിക്കാനുണ്ടാകും. അവരാരും കുറ്റവാളികൾ ആണെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ കയ്യിൽ നിന്ന് മൊഴിയെടുക്കണം. അതുപോലെ മുൻ മേൽശാന്തിമാര് ശബരിമലയിൽ 95-96 കാലഘട്ടത്തിലാണ് പുറപ്പെടാ ശാന്തിമാര് വരുന്നത്. ശബരിമലയിലെ അതിനു മുമ്പുള്ള കാലം വരെ എന്ന് പറഞ്ഞാൽ നടയടച്ച് ശാന്തിക്കാരും എല്ലാവരും തന്നെ ഇങ്ങ് പോരും. അടുത്ത മാസം നട തുറക്കേണ്ട ആ സമയത്ത് എത്തുന്നു. അങ്ങനെയാണ്. ഒരു സമയത്ത് 90, 94, 95 ഒരു മാസം പൂജയും കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് അന്നത്തെ മേൽശാന്തി നിലയ്ക്കൽ പള്ളിയിൽ ഇറങ്ങി അവിടുത്തെ വൈദികന് അയ്യപ്പന്റെ മൂലമന്ത്രം പറഞ്ഞു കൊടുത്തു. അതിന്റെ പേരിൽ അത് വലിയ വിവാദമായി. അതിനുശേഷമാണ് ഒരു വർഷത്തേക്ക് നിയമിക്കുന്ന മേൽശാന്തി ആ ഒരു വർഷക്കാലം സന്നിധാനത്ത് കഴിയണം. ശബരിമല മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയും അവരെ പുറപ്പെടാ ശാന്തി എന്നാണ് വിളിക്കുന്നത്. 18-ാം പടിക്ക് താഴേക്ക് വരാൻ പാടില്ല. അപ്പൊ ഇവർക്ക് കൂട്ടായിട്ട് തീർത്ഥാടന കാലവും ഒക്കെ കഴിയുമ്പോൾ പരികർമ്മി കൂടെ ഉണ്ടായിരിക്കും. പരികർമ്മി വേണമല്ലോ ഒന്ന്. അപ്പൊ അക്കൂട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സമയത്ത് തീർത്ഥാടന കാലത്തൊന്നും അവിടെ ആരുമില്ല.
എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. വലിയ കൊള്ള തന്നെ നടന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയൻ അന്ന് പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ശബരിമലയിൽ നിന്ന് പണം വാരാം. ആ വാരലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്.